മാളു എനിക്ക് ക്യാബേജ് കൊണ്ട് ഒരു തോരനുണ്ട് അല്ലേ വേണ്ട പായസം ഉണ്ടാക്കി തരാം. അതിനിപ്പോ എന്താ സംഭവം? ക്യാബേജ് കൊണ്ട് പായസം അല്ലേ? അതെ അതെ, ബിഗ് ബോസ് ഒക്കെ കാണുന്ന ആൾക്കാർ. അതെ അതെ, ഞാൻ കണ്ടു. ബിഗ് ബോസ് ഞാൻ കഴിക്കാൻ വെച്ച പ്ലാവലെടുത്ത് മാള് ആടിനെടുത്ത് കൊടുത്തു. ബിഗ് ബോസ് എത്രയും പെട്ടെന്ന് സ്കൂൾ തുറക്കാൻ പറയണില്ലെങ്കിൽ ഞാൻ ഇവരോട് ഇന്ന് പറ്റലിൽ ജീവിക്കേണ്ട വരും. മത്തി സാമ്പാർ ഞങ്ങൾക്ക് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരുന്നു അതിന്. നല്ലതാ നല്ലതാ. ക്യാബേജ് പായസം, അടപ്രഥമൻ എന്നൊക്കെ പറഞ്ഞ ക്യാബേജ് പ്രഥമൻ. ക്യാരറ്റ് ലഡു ഉണ്ടാക്കിയായിരുന്നു, കഞ്ഞിയുള്ള ലഡു, അതെ, കഞ്ഞോള അലുവ, വാഴയില ജ്യൂസ്, ബനാന ഷവർമ. അതിനൊരു താളം ഉണ്ടല്ലേ പറയുന്നതിന്. നല്ലതാ. ഞങ്ങളുടെ ഭാഗ്യ ദേവത. എന്തിനെന്തെങ്കിലും ഒക്കെ പറയും. അഞ്ജിത രാഹുൽ, ഹലോ. അപ്പൊ ഫുൾ ടീം ഉണ്ട്. ഇന്ന് ഞങ്ങള് വീട്ടിൽ വന്നിരിക്കുകയാണ്. ആദ്യം ഒരു ഹായ് തരികയാണ്. മോനെ അഭിനവ അമ്മ അച്ഛ, ഞങ്ങൾ കുറെ നാളായിട്ട് ഇവിടെ വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ജിഞ്ചർ മീഡിയയുടെ അടുത്തോട്ട് വന്നോളൂ. ഇൻസ്റ്റഗ്രാമും എന്ന് പറയുന്ന ഒരു ഷോ ആണ്. അപ്പോൾ ഇവർ ഡിഫറെൻ്റ് ആയിട്ട് ഒരുപാട് വെറൈറ്റി കണ്ടന്റുകൾ, അല്ലെങ്കിൽ നിങ്ങളെ എന്ത് സാമ്പാർ, മത്തി കൊണ്ടുള്ള സാമ്പാർ, പിന്നെ എന്തൊക്കെയാ ഉണ്ടാക്കുന്നത് നിങ്ങളുടെ? ഓല കൊണ്ടട, പച്ചമുളക് പായസം, പിന്നെ സവോള പായസം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മറ്റേ പച്ചമുളക് ഇടിച്ച് ഒരു അച്ചാർ ഉണ്ടാക്കി തരാം അമ്മ പറയൂലേ. അപ്പൊ അതിനെന്താ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു പോകുന്നു. അപ്പൊ ഇന്നിപ്പോ നമ്മൾ ഇവിടെ അമ്പലപ്പുഴ വീട്ടിൽ വന്നിരിക്കുകയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം അത് പറ. സുഖമായിട്ടിരിക്കുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നു. അതെ. അപ്പം ഇന്നും എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ടുള്ള സംഭവം ഉണ്ടോ? പിന്നെന്താ, ക്യാബേജ് പായസം ഉണ്ടാക്കി തരാം. ക്യാബേജ് കൊണ്ട് പായസം അല്ലേ? അതെ അതെ. ഓക്കെ. അപ്പൊ ഇവിടെ ഞാൻ ആലോചിക്കേ, ഇപ്പൊ എപ്പോഴും ഓരോന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത്, അപ്പൊ എല്ലാ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള ഫുഡുകൾ ഇവിടെ ഉണ്ടല്ലേ എന്തെങ്കിലും ഒക്കെ ആയിട്ട്, ഇല്ലേ? ഞങ്ങൾ എന്ത് പറയുന്നത്? അതെ അതെ അതെ, ഞങ്ങൾ ഉച്ചക്ക് അത് കഴിക്കുന്നു ചില സമയത്തൊക്കെ. ഇവിടെ പരീക്ഷിക്കുന്നത്. പിന്നെ വേറെ ഉണ്ടാക്കണ്ടല്ലോ. ഞങ്ങൾ രാവിലെ ഉണ്ടാക്കിയിട്ട് ഉച്ചക്ക് അത് ഞങ്ങൾ കഴിക്കും. കുഴപ്പമില്ല. അതെ, ഇതുവരെ ഒരു പാളിച്ച വന്നിട്ടില്ല. അതാണ്, അങ്ങനെ വേണമല്ലോ. പിന്നെ എനിക്ക് തോന്നുന്നേ വളരെ കുറച്ച് നാളുകൾ കൊണ്ടാണ് പെട്ടെന്ന് ആൾക്കാരെ ഇഷ്ടപ്പെട്ടതും. എനിക്കൊന്ന് മാർച്ച് 9 അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത്. കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു അതെ അതെ, മാർച്ച് 2 മോളുടെ കല്യാണം, അതെ, എന്റെ മകൻ വിവാഹം കഴിച്ചു. മാർച്ച് 9 മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ഇട്ട് തുടങ്ങി. ഏപ്രിൽ മെയ് ജൂൺ 3 മാസം കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം ഏകദേശം 1,18,000 അടുത്തായി. അതെ, 17 ചില്ലറ. അതെ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം, നിങ്ങൾ ടി വി ഒക്കെ കാണാറുണ്ടല്ലോ, ബിഗ് ബോസ് ഒക്കെ കാണുന്ന ആൾക്കാർ. ഞാൻ കണ്ടു. അതെന്തായാലും അതിന്റെ ഒരു ഇപ്പോഴത്തെ ആ ഒരു ട്രെൻഡ് ബിഗ് ബോസ് ആണല്ലോ, അതുകൊണ്ടാണ് ശരിക്കും അതിലോട്ട് മാറിയത് ഞങ്ങള്. ഇത് കണ്ടിട്ട് ബിഗ് ബോസ് പറയുകയാണെങ്കിലോ, മാളു എത്രയും പെട്ടെന്ന് താങ്കളുടെ ഈ ദൗത്യം പൂർത്തിയാക്കുക ബിഗ് ബോസ് എന്ന് പറഞ്ഞിരുന്നെങ്കിലും. എല്ലാരും പറയുന്നുണ്ട് വീണ്ടും ചെയ്യാൻ. അതിനകത്ത് ആശയമുണ്ട്, എന്നാൽ കോമഡി ഉണ്ട് അതിനകത്ത്. ഓക്കെ. നിങ്ങൾക്ക് വരുന്ന കമന്റ് ഒക്കെ എങ്ങനെയുണ്ട്? ഇപ്പൊ ആൾക്കാർ ഇപ്പൊ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ തിരിച്ചറിയുന്നതാട്ടെ, അല്ലെങ്കിൽ കമന്റുകളൊക്കെ എത്രത്തോളം ഹാപ്പിനെസ് ഉണ്ട്? നമ്മളിപ്പം പുറത്തു പോയി കഴിഞ്ഞാൽ എല്ലാരും മോളെ മാളു അങ്ങനെയാണ് വിളിക്കുന്നത്. അപ്പോഴാണ് ശരിക്കും നമ്മള് ഇതായിട്ട് തിരിഞ്ഞു നോക്കുന്നത്. അമ്മയാണെങ്കിലും അതുപോലെ തന്നെയാ പറയുന്നത്. പിന്നെ കമന്റ്സ് വരുന്നതിനെ പറ്റിയിട്ട് ഞങ്ങളത് വലിയ ഇതായിട്ട് എടുക്കാറില്ല. കാരണം അവര് നമുക്ക് ഫ്രണ്ട്സിനെ പോലെ ഉള്ളു. കാരണം അവര് പറയുന്നത് അത്ര വിഷമമായിട്ടൊന്നും നമുക്കില്ല. ഈ കമന്റ് വരുമ്പോൾ വേറൊരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് അവർ കമന്റ് ഇടുന്നത്. അപ്പോൾ അവർ നമ്മുടെ വീഡിയോ ഇരുന്ന് കാണുകയും അതിനകത്തുള്ള ന്യൂനതകൾ നമ്മളോട് പറയും. ഉൾക്കൊള്ളും, അല്ലാതെ നമ്മൾ തള്ളിക്കളയും. എങ്കിൽ തന്നെ നമ്മളെ അവർ അംഗീകരിക്കുന്നുണ്ടെന്നുള്ളതാണ് 100%. കാരണം അവർ നമ്മളെ ഇത്രത്തോളം ആക്കിയത് കൊണ്ടാണ് നമ്മൾ ഈ നിലയിൽ എത്തിപ്പെട്ടത്. അപ്പൊ അവരുടെ ഒരു പങ്ക് ഇതിനകത്ത് വലുതാണ്. അത് മാത്രമല്ല, ഇപ്പം കുഞ്ഞു പിള്ളേർ പോലും ചെയ്യുന്നുണ്ട്. അത് പക്ഷെ നെഗറ്റീവ് ആയിരുന്നെങ്കിൽ പേരൻസ് സമ്മതിക്കത്തില്ലല്ലോ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അവര് സപ്പോർട്ട് ചെയ്ത് ആ കുഞ്ഞുമക്കൾ അത് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നമുക്ക് തന്നെ അത് അയച്ചു തരും. അപ്പോഴാണ് ശരിക്കും നമുക്ക് സന്തോഷം തോന്നുന്നത്. അതെ, അവരുടെ മനസ്സിൽ ഇങ്ങനെ കയറി പറ്റിയിട്ടായിരിക്കുമല്ലോ അവരത് ചെയ്യുന്നത്. കൊച്ചുപിള്ളേരാ അതുപോലെ സ്വർണ്ണമൊക്കെ ഇട്ട് കെട്ടും കെട്ടി ഇത് വെച്ചാണ് തലയിലൊക്കെ. മാമി നല്ല ടേസ്റ്റ് ഉണ്ട് മാമി. നല്ലതാ മാമി, നല്ലതാണോ മാമി? എന്ത് പറയുന്നത്? അഭിനവട്ട 4ാം ക്ലാസ്സിൽ കയറി വലിയ ആളായി അല്ലേ? അപ്പൊ എങ്ങനെ മാമി ആയിട്ട് ഇപ്പൊ ഇങ്ങനത്തെ ഇതൊക്കെ ചെയ്യുമ്പോ സ്കൂളിലൊക്കെ എന്ത് പറയുന്നത്? ഫ്രണ്ട്സൊക്കെ എന്താ പറയുന്നത്? എല്ലാം കാണുന്നുണ്ടെന്നൊക്കെ പറയും. അഭിപ്രായം ടീച്ചർമാരൊക്കെ എന്ത് പറയും? ടീച്ചർമാരും എല്ലാം കൊള്ളാം, നല്ലതാന്നൊക്കെ പറയും. അടിപൊളിയാന്ന്. ഇപ്പം യൂട്യൂബിൽ ഇങ്ങനെ മോനാണെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോഴും ആൾക്കാരൊക്കെ വന്നിട്ട് ചോദിക്കാറില്ലേ, ഇത് മറ്റേ
മാമി നല്ലതാ മാമി എന്ന് പറയുന്ന മോനല്ലേ എന്ന് ചോദിക്കാറുണ്ട്. ചോദിക്കും, എല്ലാരും ചോദിക്കും. അപ്പൊ സന്തോഷമുണ്ട്. സന്തോഷമുണ്ട്. ഒത്തിരി ഫാൻസ് ഉണ്ട് തിരുവനന്തപുരത്തുകാരൊക്കെ. ആണോ? ആ. ആഹാ, എല്ലാം കമന്റ് വരുന്നുണ്ട്. ആണ്. ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ സ്പെഷ്യൽ നമ്മൾ ഉണ്ടാക്കി തരുന്നത് എന്തൊക്കെയാണ്? ക്യാബേജ് പായസം. ക്യാബേജ് പായസം, പിന്നെ വേറെ എന്തോ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറൊരു പരീക്ഷണമാണ് റംബൂട്ടാൻ. റംബൂട്ടാൻ പായസം പരീക്ഷണമാണ്. അതെ. ഇപ്പൊ ഈ നമ്മുടെ തെങ്ങിന്റെ ഓല കൊണ്ടുള്ള ഇത് ജ്യൂസ്, ഓലാട അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കേൾക്കുമ്പോഴേ ചിലപ്പോ നമുക്ക് തോന്നും ഇത് വെച്ച് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇത് ഒരിക്കലും നമ്മൾ കാണാത്ത സാധനം ഇത് ഇഷ്യൂ എന്നൊക്കെ ചിലപ്പോൾ ആൾക്കാർ ഓർക്കുന്ന സാധനങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു തോട്ട്, അതും ചേട്ടൻ തന്നെയാണോ ഇതിന്റെ കണ്ടന്റ് ഒക്കെ പറയുന്നത്? ആദ്യം ഏട്ടൻ ഇത് ഇങ്ങോട്ട് വരുമ്പോ ഞങ്ങൾക്കും ഒരു ഉള്ളിലൊരു പേടിയുണ്ട്. പക്ഷെ ഏട്ടൻ ഒരു ഷെഫ് ആയതുകൊണ്ട് ഞങ്ങള് പൂർണ്ണമായിട്ട് ഞങ്ങള് എല്ലാ കാര്യങ്ങളും വിശ്വസിച്ച് നമുക്ക് അന്നേരം ഒരു കുറച്ചുകൂടി ഉറപ്പ് കിട്ടും ഓക്കെ ആയി വരുമെന്നുള്ളത്. അങ്ങനെയാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഓക്കെ. ഇപ്പൊ ചില കാര്യങ്ങളെ ഇപ്പൊ നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് ചിലപ്പോൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ, വീഡിയോ നമ്മൾ കാണുന്നല്ലേ ഉള്ളൂ, ഇപ്പൊ ടേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ടോ ഇതെന്താ ഇങ്ങനെ ഒരു ടേസ്റ്റ് എന്ന് തോന്നിയിട്ടുണ്ടോ? അതോ അങ്ങനെ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ഡിഷ് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഏതായിരിക്കും? മത്തി സാമ്പാർ ഞങ്ങൾക്ക് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരുന്നു അതിന്. സാമ്പാറിന്റെ ആണോ അതോ മത്തിയുടെ ആണോ അതോ എന്തുവാണെന്ന് നമുക്കൊരു ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ലത്. ശരിക്കും അത് ഞങ്ങൾക്ക് ശരിക്കും ഒരു ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. ആണോ മോനെ? എങ്ങനെയുണ്ട് മത്തി സാമ്പാർ കഴിച്ചിട്ട്? എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതാ. പിന്നെ ഷവർമ. അതെ, പൊറോട്ട ഷവർമ. അതും ഭയങ്കര ഇതല്ലായിരുന്നു. പൊറോട്ട ഷവർമ ഞങ്ങൾ ആദ്യം ചെയ്തായിരുന്നു, പിന്നെ ഞങ്ങൾ ബനാന ഷവർമയും അതും ഒറ്റ ദിവസം കൊണ്ട് ചെയ്തൊരു ഐറ്റം ആയിരുന്നു. അത് നല്ലതായിരുന്നു. ഓക്കെ. അപ്പൊ എന്നാ നമുക്ക് ഇത് എങ്ങനെയാന്ന് നോക്കാം. അകത്ത് ചെന്നിട്ട് നമുക്ക് ഓക്കെ റെഡി. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ക്യാബേജ് പായസം, അതുപോലെ റംബൂട്ടാന്റെ ഒരു പരീക്ഷണം ഉണ്ട്, നമുക്ക് ട്രൈ ചെയ്യാം. അപ്പൊ നമ്മള് ഇവിടെ ക്യാബേജ് പായസം നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി റെഡിയാണ് അല്ലേ? അടിപൊളി. അപ്പൊ ഇതൊക്കെയാണ്, ഇത് എന്തൊക്കെയാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇത് ക്യാബേജ്, നെയ്യ്, പഞ്ചസാര, ഏലക്ക, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, പാല് ഏകദേശം ഒരു 2 ഗ്ലാസ് എന്നാണ് പറയാം അല്ലേ? ഇത് വലിയ ഗ്ലാസ്. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മൾ ഇനി റെഡിയാക്കാൻ പോകുന്നത്. ഇതെല്ലാവരും ഹെൽപ്പ് ചെയ്തോ ഇതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി? ശരിക്കും നിങ്ങൾ ഇങ്ങനെ ഒരു കുക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ഒരുമിച്ചാണോ ഇതൊക്കെ ഉണ്ടാക്കുന്നത്, അതോ? എല്ലാവരും സപ്പോർട്ട് കൂടിയാണ് ഞങ്ങൾ ചെയ്യുന്നത്, അല്ല ഒരാൾ മാത്രമല്ല. കാരണം നമ്മൾ പുതിയ പുതിയ ഐറ്റംസ് ചെയ്യുമല്ലേ, അപ്പൊ നമ്മള് എല്ലാരോടും അങ്ങനെ ചോദിച്ചിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. അച്ഛനൊക്കെ അച്ഛനുണ്ട്. അച്ഛൻ ഏറ്റവും ഇഷ്ടമുള്ള ഇത്രയും നമ്മളെ വീഡിയോയിൽ ഇത്രയും യൂട്യൂബില് സംഭവങ്ങൾ ഉണ്ടാക്കിയല്ലോ, ഏറ്റവും ഇഷ്ടപ്പെട്ടത്, അതായത് കഴിച്ചതിൽ അല്ലെ ടേസ്റ്റ് നോക്കിയതിൽ ഏറ്റവും ഡിഫറെന്റ് ഇറച്ചിച്ചക്ക. പല പ്രദേശത്തും പല പേരിലാണ് ആണല്ലേ? മോനെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് മാമി ഉണ്ടാക്കി മുന്തിരി അച്ചാറ്. അതാണ് ഉണ്ടോ? ബാക്കി ഇരിപ്പുണ്ടോ ഇവിടെ? അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് എന്താ തരാൻ പോകുന്നത്? കുടിക്കാൻ എന്താ തരാൻ പോകുന്നത്? ദാഹിച്ചാട്ടോ ഇരിക്കുന്നത്. ഞങ്ങളാണ് നല്ല ദാഹിച്ചാ ഇരിക്കുന്നത്. അല്ല ഇപ്പൊ വേണ്ട, ഇത് കണ്ടു മതി, പയ്യെ മതി. ഓ ഉടനെ അമ്മ ആണോ ഇപ്പോഴും തരാം. ഓക്കെ. ഇത് ഏകദേശം അത് ഇതായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ചോദിച്ച് കാഷ്യൂനട്ട്, കിസ്മിസ്, പിന്നെ പഞ്ചസാര, ഏലക്ക, നെയ്യ്, പാല് പ്ലസ് ക്യാബേജ്, ഇതാണ് സംഭവം. ഇത് വെച്ചിട്ട് നമ്മൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. മോനെ അഭിപ്രായം പറയാറുണ്ടോ? ഉണ്ട്. ഇത് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയൂ. ഏതാ? കോവയ്ക്ക ജ്യൂസോ? അത് ടേസ്റ്റ് ഉള്ളതാണല്ലോ. ടേസ്റ്റ് ഉണ്ടോ? ഇച്ചിരി വേണം, ഇച്ചിരി പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ അപ്പൊ പിന്നെ കുഴപ്പമില്ല. നമുക്ക് എന്തോ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് പക്ഷെ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ റെഡി ആയിട്ടിരിക്കുകയാണ്. ഓഹോ, അതായത് ഇന്നത്തെ പരീക്ഷണ ആൾക്കാർ ഞങ്ങളല്ലേ? ശരി ശരി, ഓക്കെ. തിരിച്ച് അവിടെ വരെ ഡ്രൈവ് ചെയ്ത് പോകണല്ലോ കേട്ടോ. അപ്പൊ പിന്നെ പിന്നെ പ്രശ്നമില്ല, അത് പിന്നെ നോ പ്രോബ്ലം, ഡോണ്ട് വറി. ഇനി ഈ അടുത്ത് മറ്റേ സൈക്കിളൊക്കെ ഓടിച്ച് വാളു ഇങ്ങനെ നിൽക്കുന്നതും കുറെ ഇതൊക്കെ കണ്ടന്റുകൾ പരിപാടികളല്ലേ? അതെല്ലാം ഏട്ടനാണ്. നമ്മൾ അന്നേരം എന്ത് ചെയ്യണമെന്ന് പോലും ഏട്ടനാ പറഞ്ഞു തരുന്നത്. അല്ലെ അവിടെ നിക്കണം, ഇവിടെ നിക്കണം, അല്ലെ സൈക്കിൾ ഓടുന്ന കാര്യം ഇതെല്ലാം ഏട്ടനാ പറഞ്ഞു തരുന്നത്.
റിയാക്ഷൻ ഇടുന്നതും. അതെ അതെ, നമുക്ക് ആ ഒരു വീഡിയോ എടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ ഇത് വന്നാൽ പോലും വീണ്ടും ചെയ്യിപ്പിക്കും. വീണ്ടും എടുത്ത ഒരു മിനിമം ഒരു 5 എണ്ണമൊക്കെ ഒരു ഇത് തന്നെ നമ്മൾ എടുക്കാറുണ്ട്. കാരണം ഏട്ടൻ പറയുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ 5 വട്ടമൊക്കെ എടുത്ത് അങ്ങോട്ട് അയച്ചു കൊടുക്കും. ഡ്യൂട്ടി ഉള്ളത് കൊണ്ടേ അതിനകത്ത് സെലക്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് വിടുവായിരിക്കും. അതെ അതെ. അപ്പൊ അഭിനയിക്കാനുള്ള താല്പര്യങ്ങളൊക്കെ ഉണ്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും? കാരണം ഇതിൽ അഭിനയങ്ങളൊക്കെ ഉള്ളത് കാരണം ഞാൻ ചോദിച്ചതാ. ഉണ്ടോ? അഭിനയമുണ്ട്, എനിക്ക് തോന്നി. അപ്പൊ നമ്മളങ്ങനെ വീഡിയോയിൽ യൂട്യൂബിൽ ചെറിയ ഷോർട്സ് ആയിട്ട് വീഡിയോ ഒക്കെ ആയിട്ട് കണ്ടുകൊണ്ടിരുന്നു. ഇപ്പൊ നമ്മൾ ലൈവായിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യുകയാണ് കേട്ടോ. നമ്മൾ കാണാറുണ്ട്. എന്നുമല്ല, നമ്മൾ ഈ ഷോർട്സ് വരുമ്പോൾ ആ ഷോർട്സ് കണ്ടിട്ട് അത് നമ്മൾ വീഡിയോ കയറി കാണും. വേറെ ഇപ്പം നമ്മൾ കാണുന്നതല്ലാതെ നമ്മൾ ചോറും കറിയൊക്കെ വെക്കുമ്പം അഞ്ജിത വെക്കുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്നാ? ചമ്മന്തിപ്പൊടി വെച്ചു അവരുടെ നാട്ടിലെ ചമ്മന്തിപ്പൊടി. ആ, ചോറിന്റെ കൂടെ നമ്മുടെ കറികളല്ല അവരുടെ കറി. വ്യത്യാസമുണ്ട്. കറികളുടെ രീതികൾക്കും വ്യത്യാസമുണ്ടോ? ഇവിടുത്തെ കറിയല്ല ഞങ്ങളുടെ കറി. ഇവിടെ ഒരാൾ നിൽപ്പുണ്ട്. ആണല്ലേ? വാ. അതാണ് നല്ലതാമ്മയുടെ. ആ, വാ വാ പോരെ. ആ, അതെ. ശരിക്കും അഭിനവകൂട്ടന്റെ അമ്മേനെ ഞങ്ങള് വിളിക്കുവാണേ. ബാ. ഇവരുടെ ഒരേപോലത്തെ ചിരിയാ കേട്ടോ. രണ്ടുപേരുടെ ചിരി കണ്ടോ? ഒരേ ചിരി. ഇതാണ് അമ്മ ശരിക്കും, അല്ലേ? ആൾക്കാർ ചിലപ്പോൾ ക്യാബേജ്, സവോള, അതൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ക്യാരറ്റ് ലഡു ഉണ്ടാക്കിയായിരുന്നു. ക്യാരറ്റ് ലഡു, കഞ്ഞോള ലഡു, അതെ, കഞ്ഞോള അലുവ, ബീട്രൂട്ട്, ബീട്രൂട്ട് ഹൽവ, വാഴയില ജ്യൂസ്, അതെ, ബനാന ഷവർമ, എല്ലാം ഉണ്ടാക്കിയാണ്. ഓല ഇൻസ്റ്റാഗ്രാമിൽ. അല്ല, ഞങ്ങൾ ഏത് സാധനമാണെങ്കിലും ഞങ്ങള് കുറച്ച് വെച്ചിട്ട് ഞങ്ങൾ ചെയ്യത്തുള്ളൂ. കാരണം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുവാണ്, അതുകൊണ്ട് നമ്മള് റിസ്ക് എടുക്കണ്ടല്ലോ. റിസ്ക് എടുക്കുന്നില്ല, നമുക്ക് ഫസ്റ്റ് നമുക്കൊന്ന് പരീക്ഷണമാണല്ലോ. അവനെ ഇത് കഴിച്ച് ടേസ്റ്റ് കിട്ടിയിട്ട് പറയണം എങ്ങനെ ഉണ്ടെന്നേ. ക്യാബേജ് പായസം, അടപ്രഥമൻ എന്നൊക്കെ പറഞ്ഞ ക്യാബേജ് പ്രഥമൻ. ഇതെല്ലാം കൂടെ അപ്പൊ ഇനി ഒന്ന് പിടിക്കണം, അല്ലേ? ഈ അടുത്തുള്ള വീട്ടുകാരും ഇതൊക്കെ കാണുന്നവരുണ്ടല്ലോ. അപ്പൊ അവരെങ്ങനെ, അവരുടെ ഒരു തമ്മിൽ കാണുമ്പോഴും എല്ലാം ഇറങ്ങുമ്പോഴും ഒക്കെ അവരെ ഇടയ്ക്ക് ഇങ്ങോട്ട് വരാറുണ്ടോ? അതെങ്ങനെ? അവർക്ക് ഞങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കും. നമ്മളെല്ലാവർക്കും ഷെയർ ചെയ്യും. നമുക്ക് വെക്കുന്നതൊക്കെ നമ്മൾ കൊണ്ട് കൊടുക്കാറുണ്ട്. അവരും അഭിപ്രായം പറയാറുണ്ട്. അതെ അതെ, അവര് നല്ലതാ മമ്മി എന്ന് പറയുന്നത് അതീവന് മാത്രം അവകാശപ്പെട്ടതാ. അതിനൊരു താളം ഉണ്ടല്ലോ പറയുന്നതിന്. ഇനി അത് സെറ്റായിട്ട് നമ്മൾ ഓരോന്ന് ഇട്ട് കൊടുക്കുന്നു. പിന്നെ അത് ഇരുന്ന് ഓക്കെ ആയി കഴിഞ്ഞാൽ ക്യാബേജ് പായസം റെഡിയാവും. അതെ. നിങ്ങൾ തമ്മിൽ എങ്ങനെയാ? കുഴപ്പമുണ്ടോന്നല്ലേ? ഒരു പ്രശ്നമില്ല. നിങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ട് എങ്ങനെയാ? അല്ല, എനിക്ക് സ്വന്തം ചേച്ചിയെ പോലെ തന്നെ ഉള്ളു. ഞങ്ങള് കല്യാണത്തിന് മുമ്പേ ഞാൻ ചേച്ചിയായിട്ടായിരുന്നു സംസാരിക്കുകയൊക്കെ ചെയ്തത്. കൂടുതലും ചേച്ചിയായിട്ടും അച്ഛനും അമ്മയായിട്ടാണ് സംസാരിച്ചത്. ഫോട്ടോ മാത്രം. ഞങ്ങളുടെ ഭാഗ്യ ദേവത അല്ലേ? എന്താണ് ഇങ്ങനെ എന്നെ പൊക്കി പറയുന്നത്? അമ്മ ഞങ്ങളെല്ലാരും, അച്ഛനാണെങ്കിൽ പോലും എല്ലാവരും ഭയങ്കര കമ്പനിയാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പം പെട്ടെന്ന് ഒരാളൊക്കെ അളിയാന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഇതായിരിക്കത്തില്ല. പക്ഷെ ഇവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു, അതുകൊണ്ട് നമുക്ക് ഈ ചാനൽ ഇത്രയും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നിങ്ങൾക്ക് തന്നെ തമ്മിലൊരു ഇതുണ്ട്. അതെ അതെ, ഇപ്പൊ ഫ്രണ്ട്സ് പോലെയാണല്ലോ എല്ലാവരും. അപ്പൊ ഇനിയിപ്പം നമുക്ക് ഇത് ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. പഞ്ചസാര ഒരു 6 സ്പൂണൊക്കെ കറക്റ്റ് ആയിരിക്കും, അല്ലേ? അതെ. അങ്ങനെ നമ്മുടെ
ക്യാബേജ് പായസം അല്ലേ? അടപ്രഥമൻ എന്നൊക്കെ പറയുന്ന പോലെ ക്യാബേജ് ആക്ച്വലി അട പോലെ തന്നെ അരിഞ്ഞ് സ്ക്വയർ ഷേപ്പിൽ നമ്മൾ ഇട്ടിട്ട് അതിനെ പായസമാക്കി നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കാം. അതെ, അഞ്ചിത പറയാം. അതെ, അപ്പോൾ എന്തായാലും നമ്മുടെ പായസം റെഡി ആയിരിക്കുവാണ്. ക്യാബേജ് പായസം അല്ലേ? അപ്പോൾ അത് റെഡി ടു ടേസ്റ്റ് ആണ്. അപ്പോൾ ആദ്യം അമ്മ തന്നെ ഐശ്വര്യമായിട്ട് അങ്ങ് ടേസ്റ്റ് ചെയ്യാം. എങ്ങനെയുണ്ട്? സൂപ്പർ. ഇനി എനിക്ക് നല്ലതാ മാമിയാ കേൾക്കേണ്ടത്. ഓക്കെ, നല്ലതാ മാമ. അടിപൊളി. ഇനി അച്ഛൻ ആണ്. അടിപൊളി. കറക്റ്റ് പായസം. അതായത് നോർമലി നമ്മൾ അടപ്രഥമനൊക്കെ കഴിക്കുമ്പോൾ കിട്ടുന്ന അതേ ഫീലും ഇതിപ്പോൾ നോർമലി ഇങ്ങനെ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും അവർ പറയില്ല ക്യാബേജ് ഇട്ടിട്ടുണ്ടോ എന്ന് പറയാൻ ചാൻസ് കുറവാണ്. എനിക്കിപ്പോൾ അതിൻ്റെ ഒരു പീസ് കിട്ടി. പക്ഷേ അടിപൊളി. ഇപ്പം വല്ലപ്പോഴൊക്കെ ഇതുവഴി വരുമ്പോൾ വരാം. നല്ലതാ മാമ, അടിപൊളിയാണ്. ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പം അടിച്ചു പൊളിക്കാം. താങ്ക് യു സോ മച്ച്. എന്തരോ എന്തോ